അപ്പോൾ നമ്മൾ ഇന്ന് ആദ്യം പോകുന്നത് കടലിനടിയിലെ കാഴ്ചകൾ കാണാനാണ്. കടലിനടിയിലെ കാഴ്ചകൾ കാണാൻ കടലിലേക്ക് പോകണോ? അപ്പോൾ അതെങ്ങനെയെന്നല്ല ചോദ്യം. കടലിനടിയിലെ അത്ഭുതങ്ങൾ നേരിട്ട് കാണാൻ കഴിയുന്ന ഒരു സ്ഥലമുണ്ട്, അബുദാബിയിലാണ്. അപ്പോൾ നമ്മുടെ അരുൺ പറാട്ടാണ് നമ്മൾ ഈ സ്ഥലം പരിചയപ്പെടുന്നത്. അബുദാബിയിലെ നാഷണൽ അക്വേറിയത്തിലേക്കാണ് നമ്മുടെ ആദ്യ യാത്ര. 330-ലധികം ഇനങ്ങളിൽപ്പെട്ട 50,000-ഓളം ജീവികളാണ് 9,000 ചതുരശ്ര മീറ്ററിലധികം വലിപ്പമുള്ള ഈ കൂറ്റൻ അക്വേറിയത്തിലുള്ളത്. കരയിലെയും കടലിലെയും ജീവജാലങ്ങൾ തമ്മിലുള്ള പരസ്പര ബന്ധവും ആഴക്കടലിലെ അത്ഭുത ജീവികളെ അടുത്തറിയാനുള്ള അവസരവുമാണ് ഇവിടെ എത്തുന്ന ഓരോരുത്തർക്കും ലഭിക്കുക. അപ്പോൾ നമുക്ക് അരുൺ പറാട്ടിന്റെ കൂടെ നേരെ അബുദാബിയിലേക്ക് പോയിട്ട് വരാം. ഇത്തവണ റൈഡിംഗ് റിപ്പോർട്ടർ കടലിലെ അത്ഭുത കാഴ്ചകൾ തേടിയുള്ള യാത്രയ്ക്കാണ് ഒരുങ്ങുന്നത്. പോകാം അബുദാബിയിലെ ആ വിസ്മയ ലോകത്തേക്ക്. അബുദാബിയിലെ നാഷണൽ അക്വേറിയത്തിൽ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. ഈ വാതിലിനപ്പുറത്ത് കടലിനടിയിലെ വിസ്മയ ലോകമാണ് നമ്മൾ കാത്തിരിക്കുന്നത്. പോകാം. (2021) ഈ ഒരു അക്വേറിയം പൊതുജനങ്ങൾക്കായി തുറന്നു കൊടുത്തത്. ആകെ 9,000 അടിയിലധികം വിസ്തീർണമാണ് ഈ അക്വേറിയത്തിനുള്ളത്. 45,000-ലധികം വ്യത്യസ്തങ്ങളായ കടൽ ജീവികൾ ഈ അക്വേറിയത്തിലുണ്ട്. ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ നിന്ന് ഇവിടെ കൊണ്ടുവന്ന് സംരക്ഷിക്കുന്നവ കാണാം. അക്വേറിയത്തിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ആകെ 10 ഭാഗങ്ങളായിട്ടാണ് ഈ അക്വേറിയത്തെ തരംതിരിച്ചിരിക്കുന്നത്. ഓരോ ഭാഗത്തിനും അതിൻ്റേതായ സവിശേഷതകളുണ്ട്. ആദ്യത്തെ ഭാഗം UAE-യുടെ നാച്ചുറൽ ട്രഷറിനെ കുറിച്ചുള്ളതാണ്. ഈ രാജ്യത്തിൻ്റെ വലിയ സംസ്കാരവും പൈതൃകവും കൃത്യമായി തന്നെ സന്ദർശകർക്ക് മനസ്സിലാകുന്ന രീതിയിലാണ് ഈ ഒരു ഭാഗം ക്രമീകരിച്ചിരിക്കുന്നത്. അക്വേറിയത്തിൻ്റെ അടുത്ത ഭാഗത്തേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ്. ഇത് റെഡ് സീ ഏരിയ എന്നാണ് അറിയപ്പെടുന്നത്. അതായത് റെഡ് സീയിൽ കാണപ്പെടുന്ന ജീവിവർഗങ്ങളുടെ ആവാസ വ്യവസ്ഥ അതേപടി പുനഃസൃഷ്ടിച്ചിരിക്കുകയാണ് ഈ ഭാഗത്ത്. വെറുതെ ചില്ലുകൂട്ടിൽ മത്സ്യങ്ങളെ വളർത്തുകയല്ല ഇവിടെ അധികൃതർ ചെയ്യുന്നത്. ഓരോ മേഖലയ്ക്കും അന്താരാഷ്ട്ര നിലവാരമുള്ള കലാചാരുതയുടെ പിന്തുണ നൽകി വ്യത്യസ്ത തീമുകളിൽ ഇത്തരത്തിൽ അണിയിച്ചൊരുക്കിയിരിക്കുകയാണ്. നമ്മൾ ഈ അക്വേറിയത്തിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. അറ്റ്ലാന്റിക് കേവ് എന്നാണ് ഇതിന് ഇവർ ഇട്ടിരിക്കുന്ന പേര്. അതായത് അറ്റ്ലാന്റിക് സമുദ്രത്തിൻ്റെ അടിയിലുള്ള ഒരു ഗുഹയ്ക്കുള്ളിൽ കയറിയാൽ എങ്ങനെയായിരിക്കും എന്നത് കൃത്യമായി മനസ്സിലാക്കി തരികയാണ് ഉദ്ദേശം. ആ രീതിയിലാണ് ഇത് ക്രമീകരിച്ചിരിക്കുന്നത്. മനോഹരമാണ് ഇവിടുത്തെ കാഴ്ചകൾ. സന്ദർശകർക്ക് ഈ ഓരോ മേഖലയും കൃത്യമായി മനസ്സിലാക്കി കൊടുക്കാൻ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായത്തോടെ ഖാലിദ് എന്ന പേരായിട്ടുള്ള ഒരു അവതാരണയും ഇവർ ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. ഖാലിദ് കൃത്യമായി സന്ദർശകർക്ക് എന്താണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്, ഇതിൻ്റെ പ്രത്യേകതകൾ എന്തെല്ലാമാണ് എന്ന് മനസ്സിലാക്കി കൊടുക്കും. ഞാനിപ്പോൾ നിൽക്കുന്നത് കടലിനടിയിലെ അത്ഭുതങ്ങളെ നേരിട്ടറിയുന്ന ഒരു സ്ഥലത്തേക്കാണ്. ആക്വാ മാജിക് എന്നാണ് ഈ ഒരു ഏരിയയ്ക്ക് ഇവർ ഇട്ടിരിക്കുന്ന പേര്. കൈതച്ചക്കയുടെ ആകൃതിയുള്ള മത്സ്യങ്ങൾ, തലകുത്തനെ മാത്രം സഞ്ചരിക്കുന്ന മത്സ്യങ്ങൾ, സ്വയം പ്രകാശിപ്പിക്കുന്ന മത്സ്യങ്ങൾ, ഇത്തരത്തിൽ വിവിധങ്ങളായ അത്ഭുത മത്സ്യങ്ങളുടെ കലവറയാണ് ഈ ഏരിയ. Our Aqua Magic Zone celebrate animals that are bioluminescent and animals that are masters of camouflage. Like you saw already, the weedy sea dragon, their bodies are covered with appendages that gives them a weedy appearance. And the beautiful color you see all over the place represent planktons. Planktons also have the ability to produce and emit light. This process is called bioluminescence. And there are two types of plankton,
phytoplanktons and zooplanktons. It is the zooplanktons that serve as a base of food for the ocean, and phytoplankton account for about 85% of the world's oxygen. അടുത്ത മേഖല വളരെ വ്യത്യസ്തമായ മറ്റൊരു മേഖലയാണ്. ഫ്രോസൺ ഓഷൻ എന്നാണ് ഇതിനവരിട്ടിരിക്കുന്ന പേര്. മഞ്ഞുറഞ്ഞ ആർട്ടിക് സമുദ്രത്തിൽ കാണുന്ന മീനുകളെയാണ് ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നത്. എൻ്റെ ചുറ്റും കാണുന്നതാണ് അബുദാബി നാഷണൽ അക്വേറിയത്തിലെ പ്രധാന അക്വേറിയം. ഇത് മിഡിൽ ഈസ്റ്റിൽ തന്നെ ഏറ്റവും നീളമേറിയ അണ്ടർ വാട്ടർ ടണലാണ്. 6.5 മില്യൺ ലിറ്റർ വെള്ളമാണ് ഈ ഒരു അക്വേറിയത്തിലുള്ളത്. അതോടൊപ്പം തന്നെ 22,000-ലധികം മത്സ്യങ്ങളും ഈ അക്വേറിയത്തിൽ നമുക്ക് കാണാം. ബുത്തീന എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ഐലൻഡ്. ഈ ഐലൻഡിന് ചുറ്റും കാണപ്പെടുന്ന അല്ലെങ്കിൽ ആ ഐലൻഡിലുള്ള ജീവിവർഗങ്ങളെ മുഴുവൻ ഇവിടെ സംരക്ഷിച്ച് നിർത്തിയിട്ടുണ്ട്. മീനുകൾക്ക് ഭക്ഷണം കൊടുക്കുന്ന അതിമനോഹരമായ കാഴ്ചയാണ് കാണുന്നത്. ഭക്ഷണം കൊടുക്കാനായി ഡൈവർമാർ പോകുന്നുണ്ട്. അവർക്ക് ചുറ്റും മീനുകൾ എന്ത് മനോഹരമായിട്ടാണ് യാത്ര ചെയ്യുന്നത്. പരിസ്ഥിതി ഏജൻസി, അബുദാബി ഡിപ്പാർട്ട്മെന്റ് ഓഫ് മുനിസിപ്പാലിറ്റി ആൻഡ് ട്രാൻസ്പോർട്ട്, അൽബറാക്ക ഇന്റർനാഷണൽ ഇൻവെസ്റ്റ്മെന്റ് എന്നിവർ ചേർന്ന് വികസിപ്പിച്ചെടുത്ത ഈ അക്വേറിയം ലോകമെമ്പാടുമുള്ള സമുദ്രജീവികളെ അതിന് യഥാർത്ഥ ജീവിത പരിസരങ്ങളിൽ എങ്ങനെ കാണുമോ അതേ പകർപ്പിൽ അതേ തനിമയോടെ അണിയിച്ചൊരുക്കി സംരക്ഷിച്ച് വിസ്മയിപ്പിക്കുകയാണ്. ഓരോ ആനിമൽസിനും ഓരോ സാലിനിറ്റി ആയിരിക്കും. അപ്പോൾ ഓരോ ടാങ്കിനും വേണ്ട ആ ലൈഫ് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ വേണ്ട കണ്ടീഷനിലാണ് നമ്മൾ ഓരോന്ന് അറേഞ്ച് ചെയ്ത് വെക്കുന്നത്. അതിന് വെള്ളത്തിൻ്റെ ടെമ്പറേച്ചർ മാത്രമല്ല, ടെമ്പറേച്ചർ, സാലിനിറ്റി, pH, DO, അങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മൾ നോക്കണം. അപ്പോൾ അതിന് വേണ്ട ലിവിങ് കണ്ടീഷൻ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുക. അതിന് നേച്ചറിൽ എങ്ങനെയാണ് ജീവിക്കുന്നത് അതേ സിറ്റുവേഷൻ നമ്മൾ ഉണ്ടാക്കി കൊടുക്കും. എൻകൗണ്ടറിനായി പോകുന്നതിന് മുമ്പ് നമ്മുടെ വസ്ത്രം ആദ്യം മാറ്റേണ്ടതുണ്ട്. ഇതിന് വെള്ളത്തിലേക്ക് ഇറങ്ങേണ്ടത് ആവശ്യമായിട്ടുള്ള ആ തരത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കേണ്ടതുണ്ട്. അതിനായിട്ടാണ് ഞാനിപ്പോൾ പോകുന്നത്. ഈ അക്വേറിയത്തിൽ നമ്മൾ കണ്ട മീനുകൾക്കോ അല്ലെങ്കിൽ ഇവിടെയുള്ള ജീവികൾക്കോ ഏതെങ്കിലും തരത്തിൽ പരിക്ക് പറ്റുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖം വരികയോ ചെയ്താൽ ഇവിടെ അവയെ ചികിത്സിക്കാനായി ഒരു വലിയ ആശുപത്രിയും പ്രവർത്തിക്കുന്നുണ്ട്. ഈ അനിമൽ ഹോസ്പിറ്റൽ, ആ ആശുപത്രിക്കുള്ളിലേക്കാണ് നമ്മൾ പോകുന്നത്. This is the animal hospital where we keep newcomers and our resident animals here in case they have any underlying health issues. And for our sea turtles we rescue, this is where we feed them, we treat them. Daily we observe to see if they're responding to medication feeding. When they get better, we put them back into the ocean. Then for our resident animals, we release them back again inside the aquarium. കടലിനടിയിലെ അത്ഭുത ലോകവും അവിടെയുള്ള ജീവജാലങ്ങളുടെ കൊതിപ്പിക്കുന്ന കാഴ്ചയും അതേ തനിമയോടെ കരയിൽ നിന്ന് തന്നെ നേരിട്ട് കണ്ടറിയാൻ എന്തു വഴിയെന്ന് അന്വേഷിക്കുന്നവർക്കുള്ള ഉത്തരമാണ് അബുദാബിയിലെ ഈ നാഷണൽ അക്വേറിയം. അതെ, കടലിനടിയിലെ ആരെയും വിസ്മയിപ്പിക്കുന്ന കാഴ്ചകൾ സഞ്ചാരികൾക്ക് കൗതുകവും വിജ്ഞാനവും സമ്മാനിച്ച കരയിൽ തല ഉയർത്തി നിൽക്കുകയാണ് ഇവിടെ. ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരു മനുഷ്യനിർമ്മിത കടൽ തന്നെയാണിത്. അബുദാബിയിൽ നിന്നും ശരത് ചെറുകുന്നിനൊപ്പം അരുൺ പാറാട്ട്, 24. അപ്പോൾ അബുദാബിയിലെ നാഷണൽ അക്വേറിയത്തിലെ കാഴ്ചകൾ അത് വിസ്മയ കാഴ്ചകൾ തന്നെയാണ്, അത് പറയാതെ വയ്യ. അപ്പോൾ എന്തെങ്കിലും അബുദാബിയിലേക്ക് നമ്മൾ പോകുന്നുണ്ടെങ്കിൽ മറക്കാതെ കാണേണ്ട ഒരു സ്ഥലമാണ് ആ അക്വേറിയം, അതിലൊരു സംശയമില്ല, അല്ലേ?